ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മെഡിസിൻസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇടുന്ന ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഈ മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കുറേ പേര് നമുക്ക് കമൻ്റ് ആയിട്ട് പറയാറുണ്ട്, മെഡിസിൻ്റെ പേരെന്താണ്, എവിടുന്ന് കിട്ടും, എത്ര റേറ്റ് എന്നൊക്കെ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് മെഡിസിൻസ് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. ഇപ്പോൾ പുറത്ത് ഫുഡ് കൊടുക്കാൻ പോകുന്ന ടൈമിലാണെങ്കിലും നമ്മുടെ കയ്യിൽ എപ്പോഴും അത്യാവശ്യം ഉണ്ടാകുന്ന കുറച്ച് മെഡിസിൻസ് ആണ് ഇത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു മെഡിസിനാണ് ഈ ഫിപ്രോനിലിൻ്റെ ബിഗ് ബോസ് സ്പ്രേ. നമ്മളോട് കുറേ പേര് ഇതിനെപ്പറ്റി തിരക്കാറുണ്ട്. ഇതെന്ന് പറയുമ്പം ഈ പപ്പീസിൻ്റെ ആണെങ്കിലും ഡോഗ്സിൻ്റെ ആണെങ്കിലും എള്ളു പോകാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്പ്രേ ആണിത്. നമുക്ക് കുറേ നമ്മളിപ്പം പുറത്ത് പോകുന്ന ടൈമിലാണെങ്കിലും പപ്പീസിനെയൊക്കെ ഉപേക്ഷിക്കുന്ന ചെള്ളിൽ പൊതിഞ്ഞ് ഉപേക്ഷിക്കുന്ന കുറേ പപ്പീസ് ഉണ്ടാവും. നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. പേരെന്ന് പറയുമ്പോൾ ഫിപ്രോനിലിൻ്റെ ബിഗ് ബോസ് സ്പ്രേ ആണ്. ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പപ്പീസിൻ്റെ ആണെങ്കിലും ഡോഗ്സിൻ്റെ ആണെങ്കിലും ബോഡിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു തുണിയോ ഒരു പേപ്പറോ വെച്ച് ഇങ്ങനെ ഫുൾ ബോഡി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അത് ആ ബോഡി ഫുള്ളായിട്ട് സ്പ്രെഡ് ആവുള്ളൂ. എന്നിട്ടിപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ കുളിപ്പിക്കുകയൊന്നും ചെയ്യരുത്. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കുളിപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളിവിടെ അടുത്തുള്ള ഒരു പെറ്റ് സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. നമുക്ക് ഡോക്ടർ ഇതിൻ്റെ പേര് പറഞ്ഞു തന്ന് നമ്മൾ പോയി മേടിക്കുമായിരുന്നു. ഓൺലൈനിലൊക്കെ നമ്മൾ കുറേ വട്ടം നോക്കിയിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ ഇത് അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. നമ്മൾ അടുത്തുള്ള ഒരു പെറ്റ് സ്റ്റോറിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പം അടുത്തതെന്ന് പറയുമ്പം അതും ഒരു സ്പ്രേ ആണ്. ടോപ്പിക്യൂർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പെറ്റ്സിനൊക്കെ എന്തെങ്കിലും മുറിവ് ഉണ്ടാകുന്ന ടൈമിൽ ഈച്ചയൊക്കെ വരാതിരിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ്. ഇതിനൊരു സ്മെല്ലെന്ന് പറയുമ്പോൾ അത്ര മോശം സ്മെല്ലൊന്നും അല്ല. നമ്മുടെ പെറ്റ്സിനൊക്കെ എന്തെങ്കിലും മുറിവ് ഉണ്ടാകുന്ന ടൈമിൽ ഈച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട്, മീൻസ് ഈച്ച വന്നാണല്ലോ മുട്ടയിട്ടത് വലിയൊരു ഇൻഫെക്ഷനായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്കിത് ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈച്ച ഒന്നും വരാണ്ട്. ഗോഡ് ബാക്ക് പൗഡർ ആണ് ഇത്. നമ്മുടെ ടോപ്പിക്യൂർ സ്പ്രേ പോലെ തന്നെയാണ്, സെയിം യൂസ് ആണ്. എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മറ്റേ സ്പ്രേ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു സൗണ്ട് കേൾക്കുമല്ലോ. അപ്പം ഇവിടെയുള്ള ചിലവന്മാരാണെങ്കിൽ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് ഓടും. അതുപോലെ തന്നെ ഒരു ആയുർവേദിക് ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ചിലവന്മാർക്ക് അത് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അതിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ മുതുകിൻ്റെ ബാക്കിൽ അങ്ങനത്തെ ഈ സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ മുറിവുണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്പ്രേ പോലെ അല്ല ഇത്, ഒന്നും അറിയത്തില്ല അവർ, സൗണ്ട് ഒന്നും കേൾക്കില്ല. അപ്പം എങ്ങനെയാണെങ്കിലും നമുക്കിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, മുറിവൊക്കെ ഉണങ്ങി കിട്ടും. അടുത്തതൊരു ഐ ഡ്രോപ്പ് ആണ്. ഇതെന്ന് പറയുമ്പം നമ്മുടെ പപ്പീസ് അല്ലെങ്കിൽ ഡോഗ്സ്, നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിൻ്റെ കണ്ണിലൊക്കെ എന്തെങ്കിലും ഇപ്പം പീളടയുന്ന ഒരു കണ്ണിൽ അസുഖം വരും എന്നൊക്കെ പറയും. ഡോഗ്സിന് അതുപോലെ വരുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഡോഗിന് ഈ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ എപ്പോഴും ഒരു കണ്ണിന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത്. സിപ്ലോക്സിൻ്റെ ആണ് ഈ ഐ ഡ്രോപ്പ്. അപ്പം അത് അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പറയാൻ. കണ്ണിന് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ഓയിൻമെൻ്റ് ആണ്. ഇതെന്ന് പറയുമ്പം ഗാമബെൻസിൻ ഹെക്സാക്ലോറൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ തന്നെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഈച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിൽമെൻ്റ് ആണ് ഇത്. അടുത്തതെന്ന് പറയുമ്പോൾ ഒരു വിരമരുന്നാണ്. നമ്മൾ ഈ പപ്പീസിനെയൊക്കെ ഉപേക്ഷിക്കുന്ന ടൈമിൽ അവരുടെ വയറെന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ട്, ഇപ്പോൾ പൊട്ടുന്ന പോലെ ആയിരിക്കും വയറൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൊടുക്കാറുണ്ട് ഈ വിരമരുന്ന്. ഈ വിരമരുന്നും അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഈ ബിഗ് ബോസ് സ്പ്രേ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്പ്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ പോകുന്ന ടൈമിൽ കയ്യിൽ കരുതുന്ന അത്യാവശ്യം കുറച്ച് മെഡിസിൻസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ബൈ.